പരാശക്തി കുഴപ്പമില്ല, സിനിമ കൊള്ളാം. ശിവകാർത്തികനൊക്കെ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വന്നിരുന്ന് കുറെ കാണാനുള്ള കാഴ്ചകളുണ്ട്. അല്ല സിനിമ എന്നുള്ള നിലയിൽ ഇത് ഇങ്ങനൊരു കഥ എടുക്കണമെന്നുള്ളത് തന്നെ ചോദ്യമാണ്. അഭിനയമൊന്നും വലിയ പ്രശ്നം പറയാനില്ല, പക്ഷേ ഇങ്ങനൊരു സിനിമ വേണോ? കാരണം ഇത് യഥാർത്ഥ സംഭവമാണ്. ഇത് ഒരു ചരിത്രത്തിനെ തന്നെ വളച്ചൊടിച്ചിട്ടുള്ളൊരു സിനിമയാണെന്ന് എനിക്കിത് കണ്ടിട്ട് തോന്നി. നമുക്ക് ഇതൊന്നും കണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാനുള്ള ആവശ്യമില്ല. ഇങ്ങനൊരു സിനിമ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവസാനമൊക്കെ ആയപ്പോൾ മറ്റേ ഈ ജയം രവിയൊക്കെ കത്തിയൊക്കെ നിൽക്കുന്നത്, ഇങ്ങനെ ദേഹം മൊത്തം ഒരു ടെർമിനേറ്ററിനെ പോലെ മൊത്തം കത്തിയിട്ട് ഞാൻ സിനിമ കണ്ടേന്ന് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ഉറങ്ങാൻ പറ്റിയ ഓവറോൾ എക്സലന്റ്. ശിവകാർത്തികനോട് പെർഫോമൻസ് ശിവകാർത്തികൻ, നോട്ട് ഓൺലി ശിവകാർത്തികൻ, all everybody performance is very good. சுதாவோட மேக்கிங் எப்படி இருக்கு? ரொம்ப நல்லா இருக்கு. செமையாக இருக்குது படம். மெயின் தமிழ் தான். ஏன்னா ஜனநாயகன் விட்டதுக்கு இந்த படம் நல்லா இருக்குன்னு தெரியுது. சிவகார்த்திகனுக்கு எப்படி இருக்கு? செமையாக பண்ணியிருக்காங்க. நிறைய ஆக்டிங், நிறைய மலையாள ஆக்டர்ஸ் இருக்காங்க, கன்னட ஆக்டர்ஸ் இருக்காங்க, நிறைய பேர் இருக்காங்க கேமியோஸ். அது சர்ப்ரைஸாக உங்களுக்கு பார்க்கும்போது தெரியும். கொஞ்சம் லெங்க்தியாக போனாலும் நல்லா செமையாக பண்ணியிருக்காங்க. நல்ல மோரல், இது கண்டிப்பாக ஜெயிக்கும். எஸ்கே ஆக்டிங் ரொம்ப நல்லா இருந்துச்சு, சூப்பராக இருந்துச்சு. மொத்தத்தில் எப்படி இருக்கு? மொத்தத்தில் சூப்பர் படம். கொள்ளாம் ப்ரோ, நைஸ். என்ன இഷ്ടപ്പെട്ട പടത്തിൽ? കഥ കൊള്ളാം ബ്രോ. എസ്കേക്ക് எப்படி இருக்கு? കൊള്ളാം, ആക്ടിങ് എല്ലാം സൂപ്പറാണ്. പടം എങ്ങനെയുണ്ട്? കൊള്ളാം. ആദ്യം കുറച്ച് ബോറടി അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണല്ലോ, പക്ഷെ നന്നായിട്ട് പോയി. ബേസു ജോസഫിൻ്റെ ഒരു ക്യാമിയോ റോൾ ആണെങ്കിലും മലയാളീസിൻ്റെ ഗൂസ്പംസ് എന്ന് പറഞ്ഞ രീതിക്കുള്ള എല്ലാ പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ കുറച്ച് നാളിന് ശേഷം ഒരു വെറൈറ്റി ഒരു ക്യാരക്ടർ, പിന്നെ പണ്ടേ കാലത്തുള്ള ഒരു സ്റ്റോറിയാണല്ലോ, അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മൂവി. മലയാളിക്ക് കണക്റ്റ് ആവും. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു മതസൗഹാർദ്ദം പോലൊരു സബ്ജക്റ്റ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, പിന്നെ നല്ല രസമായിരുന്നു, നന്നായിരുന്നു. നല്ല ഐഡിയോളജി, നല്ല പടം, കാണേണ്ട പടം. സിനിമ നല്ല കാണേണ്ട സിനിമയാണ്. എല്ലാവരും ഇപ്പോഴത്തെ തലമുറ കാണേണ്ട സിനിമ, നല്ല കണ്ടിരിക്കുന്ന പടം. കാണും, ഇപ്പോൾ യുവാക്കൾ കാണണം. വലിയ ഇതിൽ നല്ല ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഉറങ്ങി വീണ്, മറ്റേ കോട്ടുമായിട്ട് ഭയങ്കര ഇതായി. എന്നാലും മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? ഒരു ആവറേജ് പടം. അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം അത് കുഴപ്പമില്ല, വലിയ മെച്ചം. എങ്ങനെയുണ്ട്? സെക്കൻഡ് ഇത് ഓക്കെ, ഫസ്റ്റിൽ തടത്ത് ഇപ്പോഴത്തെ നന്നായിട്ടുണ്ട്. ശിവകാർത്തികനൊക്കെ എങ്ങനെയുണ്ട്? ഹീറോയിനൊക്കെ എല്ലാവരും നന്നായിട്ടുണ്ട്, നന്നായിട്ട് ആക്ട് ചെയ്തു. എങ്ങനെയുണ്ട് പടം? കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല പടം, സൂപ്പർ പടം. പടത്തിൽ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം. പുതിയ വിഷയമല്ലേ കൊണ്ടുവന്നേക്കണം, ആർക്കും അറിയാത്ത വിഷയമല്ലേ, കൊള്ളാം. എടുത്തിരിക്കണ എല്ലാം കൊള്ളാം, സൂപ്പർ. അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ക്യാരക്ടർ, വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജയൻ രവി സൂപ്പർ, എല്ലാവരും സൂപ്പർ. നല്ല സിനിമ, വൺ ടൈം വാച്ചബിൾ. അടിപൊളി സിനിമ. ഇല്ല, അടിപൊളി പടം.